രാജ്ഭവനിൽ നടത്താനിരുന്ന പരിസ്ഥിതി ദിനാഘോഷ പരിപാടി ഒഴിവാക്കി കൃഷിവകുപ്പ്. RSS ആചരിക്കുന്ന ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്ന രാജ്ഭവൻ നിലപാടിനെ തുടർന്നാണ് തീരുമാനം. ഇത് സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുന്നതല്ല എന്ന് കൃഷിമന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. 24 എക്സ്ക്ലൂസീവ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി ചേരുന്നു. ഷഫീദ്, ഇത്തരത്തിൽ പുഷ്പാർച്ചന നടത്തണം എന്ന നിർദ്ദേശം വരുന്നത് രാജ്ഭവനിൽ നിന്നാണോ, അത് നിർബന്ധിത നിർദ്ദേശമായി വരികയാണോ, സർക്കാർ അത് വേണ്ട എന്ന് തന്നെ വെക്കുന്നത് പുതിയ ഏറ്റുമുട്ടലുകൾക്ക് വഴിവെക്കുമോ ഷഫീദ്? ഹഷ്മി, അത് തന്നെയാണ് ഈ വിവരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും. അതായത് ഗവർണറായി ആരിഫ് മുഹമ്മദ് ഖാൻ ഇരിക്കുന്ന സമയത്ത് നമുക്കറിയാം സർക്കാരുമായി നടത്തിയ പോരുകളെ കുറിച്ചിട്ട്. അതേസമയം ഇപ്പോൾ രാജേന്ദ്ര ആർലേക്കർ വന്നപ്പോൾ കഴിഞ്ഞ ദിവസം ഗവർണർ രാജ്ഭവനിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയെ ചൊല്ലി വലിയ തർക്കമുണ്ടാവുകയും മാത്രവുമല്ല ആ വിഷയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ഗവർണറെ ശക്തമായി വിമർശിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഏതായാലും ഇതിന് പിന്നാലെ ഇന്ന് രാവിലെ 11 മണിക്കാണ് കൃഷി വകുപ്പിന്റെ പരിസ്ഥിതി ദിനവുമായി ബന്ധപ്പെട്ട അവരുടെ സംസ്ഥാനതല പരിപാടിയുടെ ഉദ്ഘാടനം രാജ്ഭവനിൽ വെച്ചത്. അതുമായി ബന്ധപ്പെട്ട അറിയിപ്പ് മാധ്യമങ്ങൾക്കൊക്കെ ലഭിക്കുകയും മാത്രവുമല്ല അത് ഔദ്യോഗികമായുള്ള പോസ്റ്ററൊക്കെ ഇറങ്ങുകയും ചെയ്തിരുന്നു. കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും ഡയറക്ടറും MLA ആയിട്ടുള്ള പി പ്രശാന്തും വകുപ്പ് മന്ത്രിയായിട്ടുള്ള പി പ്രസാദ് ഉൾപ്പെടെയുള്ള ആൾക്കാർ പങ്കെടുക്കും എന്നുള്ളതായിരുന്നു നേരത്തെ നമുക്ക് ലഭിച്ച വിവരം. സാധാരണഗതിയിൽ രാജ്ഭവനിൽ അങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കണമെങ്കിൽ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട്. ആ പ്രോട്ടോകോൾ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അതിനിടയിലാണ് മറ്റൊരു നിർദ്ദേശം രാജ്ഭവന്റെ ഭാഗത്ത് നിന്ന് പോയതെന്ന് ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസ് പറയുന്നത്. ആ നിർദ്ദേശം ഇതാണ്: RSS ആചരിക്കുന്ന ഭാരതാംബ ചിത്രത്തിൽ പുഷ്പാർച്ചനയും ദീപം തെളിയിക്കണമെന്നും രാജ്ഭവൻ നിർദ്ദേശം വെച്ചു. ഇത് സർക്കാർ പരിപാടിയിൽ ഉൾപ്പെടുന്നതല്ലെന്ന കൃഷിമന്ത്രിയുടെ ഓഫീസ് രാജ്ഭവനെ അറിയിച്ചു. പരിപാടി നടത്തണമെങ്കിൽ ഇത് നിർബന്ധമെന്ന രാജ്ഭവൻ നിലപാടെടുത്തു. അതോടുകൂടിയാണ് ഈ പരിപാടി ഉപേക്ഷിക്കാൻ കൃഷിവകുപ്പ്, അതായത് രാജ്ഭവൻ വെച്ച് നടത്തുന്ന പരിപാടി ഉപേക്ഷിക്കാൻ കൃഷിവകുപ്പ് തീരുമാനിച്ചത്. തുടർന്ന് തൊട്ടടുത്ത നിമിഷം തന്നെ PRD ഗ്രൂപ്പുകൾ വഴി പുതിയ പരിപാടിയുടെ, അതായത് കൃഷിവകുപ്പിന്റെ പുതിയ പരിപാടി സെക്രട്ടേറിയറ്റിൽ വെച്ചാണ് നടത്തുന്നത് എന്നുള്ള അറിയിപ്പ് ലഭിച്ചു. അങ്ങനെ സെക്രട്ടേറിയറ്റ് അങ്കണത്തിൽ ഇന്ന് രാവിലെ 11 മണിക്ക് കൃഷിവകുപ്പിന്റെ ഈ പരിപാടി നടക്കും. ഇതിലെ രാഷ്ട്രീയ പ്രാധാന്യം നിലവിൽ ഇപ്പോൾ ഈ ഗവർണർ അങ്ങനെ ചെയ്തത്, അതായത് രാജ്ഭവനിൽ ഒരു RSS നേതാവിനെ പ്രഭാഷണത്തിന് വിളിച്ചതടക്കം സർക്കാരിന് വലിയ അതൃപ്തിയുണ്ട് എന്നുള്ള വിവരങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അതൃപ്തി മുഖ്യമന്ത്രിയിലൂടെ പുറത്തായതുമാണ്. ഏതായാലും ആ വിഷയത്തിൽ അങ്ങനെ ഒരു ചെറിയ ശീതയുദ്ധം നടക്കുന്ന ഒരു സമയത്ത് കൂടിയാണ് വീണ്ടും സമാനമായ രീതിയിൽ മറ്റൊരു തർക്കവും ഉണ്ടാകുന്നത്. അല്പസമയത്തിനുള്ളിൽ പി പ്രസാദ് പങ്കെടുക്കുന്ന പരിപാടിയുണ്ട്. മന്ത്രിയുടെ പ്രതികരണം അടക്കം ഈ വിഷയത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഹഷ്മി, പരിസ്ഥിതി പരിപാടി രാജ്ഭവനിലാണ്. രാജ്ഭവനിൽ RSSന്റെ ചില പരിപാടികളിൽ പങ്കെടുക്കണം എന്ന് രാജ്ഭവൻ അറിയിക്കുന്നതിനെ തുടർന്നാണ് കൃഷിമന്ത്രി അത് വേണ്ട എന്ന് തീരുമാനിക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകൾക്കും തുടർ ചർച്ചകൾക്കും വഴിവെക്കുമോ എന്ന് നമുക്ക് വരും മണിക്കൂറുകളിൽ കാത്തിരുന്നു കാണാം.